എന്താടോ? ഈ സിദ്ധന്റെ വരവിന് പിന്നില് എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് ദുരൂഹത? മനഃപൂർവ്വം ഇങ്ങനെ ഒരാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണെങ്കിലോ? ആര്? എന്തിന്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ മനസ്സിനെന്തോ വല്ലാത്തൊരു പേടി. താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അദ്ദേഹത്തെ ക്ഷണിച്ചത് മുത്തശ്ശിയല്ലേ? മുത്തശ്ശിയെ കൊണ്ട് ആമച്ചേച്ചി ജയിക്കുന്നതാണെങ്കിലോ? നമുക്ക് അത്രയ്ക്കും കാടേറി ചിന്തിക്കണോ? എൻ്റെ മുത്തശ്ശി എനിക്കറിയാം. അഥവാ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ മുത്തശ്ശിക്ക് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇങ്ങനെ വളഞ്ഞ വഴിയിലൊന്നും മുത്തശ്ശി പോകില്ല. മുഖത്ത് നോക്കി ചോദിക്കും. അതാ ശീലം. ശരിക്കും ആ ദിവ്യന് എന്തെങ്കിലും സിദ്ധി ഉണ്ടെങ്കിലോ? താൻ ഭയക്കുന്നത് തൻ്റെ കുഞ്ഞിൻ്റെ പിതൃത്വമാണോ? അത് പറയേണ്ടത് എവിടെന്നോ വന്നൊരു സിദ്ധനല്ല, ആ കുഞ്ഞിൻ്റെ അച്ഛനാ. പൂജയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ചെമ്പകശ്ശേരി ആദിത്യനാണെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. പിന്നെ ഏത് സ്വാമി എന്ത് പറഞ്ഞാലും നമുക്കെന്താ? ഇനി പ്രവാചകനല്ല, തെളിയിക്കാൻ വരുന്നത് DNA കൊണ്ട് ശാസ്ത്രമാണെങ്കിലും നമ്മളതിന് നിന്നുകൊടുത്തിട്ട് വേണ്ടേ? എനിക്ക് തന്നെ വിശ്വാസം. പിന്നെ കാഴ്ചക്കാർക്ക് എന്താണ് നഷ്ടം? ചില കാര്യങ്ങൾ അങ്ങനെയാ. നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ പിന്നെ നമുക്ക് പോലും അത് മാറ്റിമറിക്കാൻ പറ്റില്ല. പൂജ ആദിയുടേതാ. ആദി പൂജയുടേതുവാ. നമ്മുടെ കുഞ്ഞ് നമ്മുടേത് മാത്രം. ഇനിയും തനിക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇതാ നോക്ക്.